ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പാസ്തയാണ്. നല്ല ടേസ്റ്റാണ്, ഈസിയുമാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു പീസ് ചിക്കൻ ബ്രസ്റ്റ്, പാസ്ത എന്നും പറയും, മക്രോണി, 1 കപ്പ് തേങ്ങാപ്പാൽപ്പൊടി, 1 കപ്പ് തൈര്, 1 കപ്പ് കോണ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് ഓയിൽ, കുറച്ച് കുരുമുളക് പൊടി, ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം. ഞാൻ ഈ പാസ്തൻ്റെ ഫുൾ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. പാസ്ത നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാസ്ത ഇട്ട് കൊടുക്കാം. പകുതി പാസ്തയാണ്. ഇതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി വെളുത്തുള്ളിയും ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. ചിക്കനും നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. പാസ്ത വെന്ത് കഴിഞ്ഞ് അതിൽ വെള്ളം ഒഴിവാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കനും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഓയിൽ, ഇതെല്ലാം ഒഴിച്ച് നമുക്ക് തുടങ്ങാം. അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ് ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി തീ ഓണാക്കാം. ചൂടായാൽ നമ്മളൊരു പാത്രം എടുത്ത് അത് ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് ഗോൾഡൻ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇവിടെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിടാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെക്കാം, വെള്ളമൊന്നും ഒഴിക്കാതെ. നമുക്കിനി ചിക്കൻ വെന്തോ നോക്കാം. നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് തൈര് ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കിനി തേങ്ങാപ്പാൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. നന്നായി തേങ്ങാപ്പാൽ ഇനി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ക്യാപ്സിക്കവും ക്യാരറ്റും ഇവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ക്യാപ്സിക്കവും ക്യാരറ്റും ആഡ് ചെയ്യാം. ക്യാരറ്റും ക്യാപ്സിക്കവും ചോളവും ആഡ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് വരെ ഇങ്ങനെ വേവിച്ചെടുക്കാം. നമുക്ക് ഇതിലോട്ട് പാസ്ത ആഡ് ചെയ്യാം. നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. നമുക്കിനി ഒരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാം. നന്നായി ചൂടാവണം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ: ക്യാപ്സിക്കം, തക്കാളി, 2 മുട്ട, കുറച്ച് ഉപ്പ്. തക്കാളിയും ക്യാപ്സിക്കവും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. മുട്ട ഉപ്പിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ക്യാപ്സിക്കവും തക്കാളിയും ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. പോലെ എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിങ്ങനെ ചുറ്റും ഒഴിച്ചു കൊടുക്കാം. ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിങ്ങനെ ഒരു 5 മിനിറ്റ് സെറ്റാകാൻ വെക്കാം. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. നമ്മുടെ പാസ്ത ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.